ഇപ്പൊ ഖുർആനിൽ 1050 കുറവ്. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് 950 വർഷം നൂഹ് നബി ദേവത്തിരത്തി എന്നുള്ള പറയണം. 1050 കുറവ്. അവിടെ ഒരു കണക്കുണ്ട്. അത് ഖുർആനിലുള്ള കാര്യമാണ്. നരകത്തെ കാക്കുന്ന 19 മലക്കുകളെ കുറിച്ച് പറഞ്ഞു. 50,000 വർഷത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് പറഞ്ഞു. പല വിഷയങ്ങൾ പറയുന്നിടത്തും അത് പറഞ്ഞു. ഖുർആനിലെ എണ്ണപ്പെട്ട 10 ദിനങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് 10 എന്ന് പറഞ്ഞു. ഇങ്ങനെ പല രംഗത്തും ഈ എണ്ണം പറയുന്നുണ്ട് ഖുർആൻ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എണ്ണം പറഞ്ഞ ഖുർആൻ ഏതെങ്കിലുമൊക്കെ പ്രവാചകന്മാർ ജനിച്ച ദിനത്തെക്കുറിച്ച് ഡേറ്റ് പറയാത്ത? ഇത്രാമത്തെ വർഷം, ക്രിസ്താബ്ദം അല്ലെങ്കിൽ ഹിജറാബ്ദം എന്നൊന്നും ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഖുർആനിൽ ഒരു നബി ജനിച്ച ദിവസവും പറഞ്ഞില്ല, ഒരു നബി ജനിച്ചപ്പോ എന്തൊക്കെ ഉണ്ടായതെന്നും പറഞ്ഞില്ല. ആ നബിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്നെന്ന കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ആ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തണമെന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ഒരു പരാമർശവും ഇല്ല. മരിച്ച ദിവസത്തെക്കുറിച്ചും പരാമർശമില്ല. അങ്ങനെ മരിച്ചിട്ടുണ്ട് ആ ഡേറ്റിനെ കുറിച്ച് പരാമർശമില്ല. എന്തുകൊണ്ടില്ല? അത് നമുക്ക് വളരെ ഗൗരവമായി, അതായത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ് നബീന്റെ ജന്മദിനം എന്നാണല്ലോ ഒന്ന് പറഞ്ഞു വെക്കുന്നത്. അത്ര പുണ്യമുള്ള കാര്യം ഉണ്ടായിട്ട് അതിനെപ്പറ്റി മൗനം എന്തേ അള്ളാഹ് അവലംബിച്ചത്? അതൊരു പ്രധാന ചോദ്യമാണല്ലോ. നമ്മുടെ ഉസ്താദുമാര് മൈക്ക് കിട്ടുന്നിടത്ത് കയറി എന്ന് പറയാണെന്ത്, ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യകരമായൊരു, ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ പുണ്യമുണ്ടെന്ന് ഖുർആനിലുണ്ട്. നമ്മളൊക്കെ പഠിച്ചതുമാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ നമ്മൾ കേട്ടതാണ്. എന്നാൽ ആ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട് എന്നാരാ പറയുന്നത്? ഒരു ഉസ്താദാണ്. അത് ഉസ്താദിനോട് ആര് പറഞ്ഞു? മനസ്സിലായില്ല. ലൈലത്തുൽ ഖദറിന് 1000 മാസത്തേക്കാൾ പുണ്യമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഒരാൾ ചോദിക്കാൻ 1000 മാസത്തേക്കാൾ പുണ്യമുണ്ട് നിങ്ങൾ പറയുന്നു, എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ ഖുർആനിലുള്ളത്. അതാ ശരി. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ് നബിദിനം. അതെവിടെയുള്ളത്? ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. ഹദീസിലെവിടെങ്കിലും ഉണ്ടോ? ഇല്ല. ലൈഫായ ഹദീസിലെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ അയാളെ നാവിന് ഇത്ര നീട്ടുണ്ടായിരുന്നു. നാവിന്റെ നീട്ടം കൊണ്ടൊരു മതം തെളിവാകുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ പോലെ തെളിവുള്ളൊരു മതം ഉണ്ടോ? അല്ലാഹ് എന്താ പറഞ്ഞ്? സൂറത്ത് കഹ്ഫ് വായിച്ചാല് 4-5 അഞ്ചാമത്തെ പറഞ്ഞെന്താ? ഓൽക്ക് നാവിന് ഇത്ര നീട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചില്ല. ഓലെ നാവിന് എത്ര നീട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കണില്ല. ഓലെ കൈ തെളിവുണ്ടോന്ന് അള്ളാഹ് പറയാണ് ഖുർആനില്. അള്ളാഹ് പറഞ്ഞ അങ്ങനെ നോക്കി ഓലെ വായിലുള്ള നീളമുള്ള നാവുകൊണ്ട് പറഞ്ഞു, അല്ലാതെ ചെങ്ങായിമാരെ ഓലെ കൈ തെളിവില്ല. റഹ്മാനായ റബ്ബ് പറഞ്ഞ അള്ള മൂവരിൽ ഒരുവനാണ് എന്ന ട്രിനിറ്റിക്ക് ഓലെ നാവിന്റെ നീട്ടല്ലാതെ തെളിവില്ല പറഞ്ഞു. അതിന്റെ പൊരുളും ഗൗരവവും മനസ്സിലായോ? കുറച്ച് സ്ട്രോങ് ഉള്ള മനസ്സായതുകൊണ്ട് പറയാ ഞാൻ. നമ്മളെ നാവുകൊണ്ട് പറയുന്നോണ്ട് ഇസ്ലാം ആവൂല, തെളിവുണ്ടാവണോന്ന്. അത് ഒരാൾ നിന്നിട്ട് ഭയങ്കര പ്രസംഗ, ലൈലത്തുൽ ഖദറിന്റെ ഒറ്റ രാത്രിക്ക് 1000 മാസത്തേക്കാൾ പുണ്യുണ്ട് എന്നയാൾ പ്രസംഗിക്കും. ഒരാൾ സദസ്സ് എണീറ്റ് ചോദിക്കുകയാണ്, ഉസ്താദേ എവിടെയാ തെളിവ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ ഖുർആനിലാ തെളിവ്. ഇനി ആ ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശയാണ് എന്ന് ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞോ? ഇല്ല. റസൂല് പറഞ്ഞോ? ഇല്ല. അപ്പൊ ആര് പറഞ്ഞു? നമ്മൾ തൊള്ളോണ്ട് പറഞ്ഞു. അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങള്. നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടൊരു മരണദിനം, എന്തുകൊണ്ടൊരു ജന്മദിനം ഇല്ല? പ്രായോഗികമായ മതത്തിൽ അത് ഉണ്ടാവില്ല. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കേരളത്തിൽ നടന്നൊരു സംഭവം പറഞ്ഞുതരാം. അതായത് ഇത് 1000 ആയത്ത് വിശദീകരിച്ചാലും 50 ലക്ഷം ഹദീസ് പറഞ്ഞാലും അത്രയൊന്നും പറയേണ്ടതില്ലാത്ത ഒറ്റ വാചകം കൊണ്ട് ഈ പോയിന്റ് ക്ലിയർ ആവും. അത് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞൊരു പോയിന്റാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തിയ CH മുഹമ്മദ് കോയ സാഹിബിനോട് ലീഗിന്റെ, ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ അറിയോ, ഒരു വിഷയത്തിന്റെ മർമ്മം ഇതിലുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഒരു പ്രമുഖനായ ലീഗ് നേതാവ്, അത്യാവശ്യം അറിയപ്പെട്ട എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടൊരു നേതാവ് മരിച്ചു. അപ്പൊ CH മുഹമ്മദ് കോയ സാഹിബിനോട് ചോദിച്ചു, അല്ല അദ്ദേഹം മരിച്ച ദിവസം ഒരു പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കുമോ? ചോദ്യമാണേ, നല്ലോണം ശ്രദ്ധിക്കണം. ദീനിന്റെ ഏറ്റവും മർമ്മമായ ഒരു കാര്യം പഠിപ്പിക്കണം. എന്താണ് ഇസ്ലാം എന്ന് CH മുഹമ്മദ് കോയ സാഹിബിന്റെ ആ മനസ്സിലാക്കലിലെ പോയിന്റാണ് ഈ പറയുന്നത്. അപ്പൊ ചോദിച്ചു, ഈ മഹാന്റെ ദിവസം ഒരു പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കുവോന്ന്. CH മുഹമ്മദ് കോയ സാഹിബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, അങ്ങനെ പ്രഖ്യാപിക്കായിരുന്നെങ്കിൽ അവധി ദിവസം എന്നതല്ലാതെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം ദുനിയാവിൽ ഉണ്ടാകുകയില്ല. നിങ്ങള് ഹൃദയത്തിൽ ശരിക്ക് കുത്തിവെക്കണം. CH മുഹമ്മദ് സാഹിബ് ഒന്നുകൂടി വിശദീകരിച്ചു. ലോക ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാർ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്, മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് 300-350 ഒന്നുമല്ല, ഒരു വർഷം 360 ദിവസവും ചില്ലറ ടൈമാണ്.
ലോകത്ത് 3 കോടിയോ 4 കോടിയോ 5 കോടിയോ ഒക്കെ എല്ലാ മതത്തിലും നേതാക്കന്മാരെ തെരഞ്ഞാൽ കിട്ടും. ഓല് ജനിച്ച ദിവസവും അവധി പ്രഖ്യാപിക്കും, ഓല് മരിച്ച ദിവസവും അവധി പ്രഖ്യാപിക്കുകയാണ്. ലോകം അവസാനിക്കണവരെ അവധി പ്രഖ്യാപിക്കലല്ലാതെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടാവില്ല. അത്തരമൊരു വിവരക്കേട് അള്ളാന്റെ മതം പഠിപ്പിക്കൂല. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വിവരക്കേടാണ് ജന്മദിനം കൊണ്ടാടലും മരണദിനം കൊണ്ടാടലും. നിങ്ങൾ ആലോചിക്കുക, ഹൈന്ദവരിൽ എത്ര മഹാന്മാര് ഇന്ത്യ രാജ്യത്ത് ജനിച്ചിട്ടുണ്ട്. ഓലൊക്കെ ദിവസം അവധി പ്രഖ്യാപിക്കും, മരിച്ച ദിവസവും ജനിച്ച ദിവസവും. പിന്നെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം ലോകം അവസാനിച്ചാലും ഉണ്ടാവുമോ? ലോകം അവസാനിച്ചിട്ട് പിന്നെയും ലോകത്തെ വീണ്ടും ആക്കിയിട്ട് അത്രയും നൂറ്റാണ്ടുള്ള വീണ്ടും നമ്മാലുണ്ടാവുമോ? കാരണം അന്നും ഉണ്ടാവും മഹാന്മാരും മഹദികളും. അതുകൊണ്ട് ഇസ്ലാമിനോളം പ്രായോഗികമായ ഒരു ദർശനം ഇത് ഞാൻ പറഞ്ഞു, എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്ത. നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചോ. ഇന്ന് വൈകുന്നേരം വരെ ലോകത്ത് ജനിച്ച മുഴുവൻ മഹാന്മാരുടെയും ജന്മദിനവും മരണദിനവും കൊണ്ടാടുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ശ്വാസം അയക്കാൻ മനുഷ്യനൊരവസരം ഉണ്ടാവുമോ? ചിന്തിച്ചോ, ആലോചിച്ചോ മനസ്സിൽ. അപ്പോ അതൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. 1.25 ലക്ഷത്തോളം അംബിയ മുർസലീങ്ങൾ ജനിച്ചു, ഉറപ്പല്ലേ? ഹദീസ് കൊണ്ട് ക്ലിയർ അല്ലേ? ഈ 1.25 ലക്ഷത്തോളം അംബിയ മുർസലീങ്ങളുടെ മരണദിനവും ജന്മദിനവും നമ്മൾ കൊണ്ടാടുക വിചാരിക്കുക. എത്ര വർഷം നീണ്ടു നിൽക്കുന്ന ഇത് റൊട്ടേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വർക്കിംഗ് ഡേ ഉണ്ടാവുമോ? ഇല്ല. കാരണം ഈ 1.25 ലക്ഷം കഴിയുമ്പോൾ അടുത്ത ആൾ ദിവസം വന്ന് അപ്പൊ ഈ സംഗതി അവസാനിക്കുവോ? അതുകൊണ്ട് പടച്ചതമ്പുരാൻ, പ്രപഞ്ചനാഥൻ, സർവജ്ഞനായ പടച്ചതമ്പുരാൻ അങ്ങനെ ഒരു അവസ്ഥ ഇസ്ലാമിന് തന്നതേയില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് മാത്രം മതി ഖുതുബക്ക്, വേറൊന്നും ആവശ്യമില്ല. പ്രായോഗികമാണോ ആലോചിച്ചു നോക്ക്. ഇനി ലാ നുഫർരിഖ് ബൈന അഹദിൻ മിർ റുസുൽ, ഒരു പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ ഭിന്നത കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജന്മദിനം ആദ്യകാലത്ത് കൊണ്ടാടിയിട്ടില്ല. ക്രിസ്ത്യാനികളുടെ തെളിവുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. യേശുവിന്റെ ജന്മദിനം ആദ്യ നാളുകളിൽ കൊണ്ടാടിയിട്ടേയില്ല. കാരണം അത് വലിയ തിന്മയായിരുന്നു ക്രിസ്തുമതത്തില്. ജൂതമതത്തിലും ക്രിസ്തുമതത്തിലും ഭയങ്കര തിന്മയായിരുന്നു ജന്മദിനം കൊണ്ടാടല്. ഏറ്റവും മോശക്കാരായ ആളുകളായിരുന്നു ജന്മദിനം കൊണ്ടാടിയിരുന്നത്. നല്ല മനുഷ്യന്മാരാര്, അതായത് ഏറ്റവും ചീപ്പായ മനുഷ്യന്മാര് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ ഞങ്ങൾ ക്വാളിറ്റി ഉള്ളവരാണെന്ന് തെളിയിക്കാനായിരുന്നു ജന്മദിനവും മരണദിനവും കൊണ്ടാടി. നല്ലവരായ ഒരൊറ്റ മനുഷ്യരും ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. നമുക്കറിയാം ഈസാ നബി നമ്മുടെ നബിയാണ് അലൈഹിസ്സലാത്തു. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ എന്താ നമ്മൾ പങ്കെടുക്കാത്തത്? എന്താ നമ്മുടെ ഉസ്താദുമാര് പങ്കെടുക്കാത്തത്? ഈസാ നബിയുടെ ജന്മദിനം കൊണ്ടാടുന്നത്, മഹത്വവൽക്കരിച്ചാ കൊണ്ടാടുന്നത്. എന്താ നമ്മൾ കൂടാത്തത്? അവിടെ നമ്മൾ വർഗീയവാദികളാവുകയാണ്, അവിടെ നമ്മൾ വശവാദികളാവുകയാണ്. ഞങ്ങളുടെ നബീന്റെ ജന്മദിനം, നിങ്ങളുടെ നബിയാണോ? നമ്മുടെ നബിയല്ലേ ഈസാ നബി, നമ്മുടെ നബിയല്ലേ ഈസാ നബി, എന്നിട്ട് നമ്മൾ കൊണ്ടാടാത്തത്? ആലോചിക്കേണ്ടതാണ്, വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഇനി കഴിഞ്ഞ വർഷത്തിന്റെ ജന്മദിനത്തിന്റെ രീതിയാണോ ഈ വർഷം? അല്ല. എന്നാ കഴിഞ്ഞ വർഷമുള്ള ലോഹ്റുസ്കാരം തന്നെയല്ലേ ഈ വർഷമുള്ളത്? ആണ്. കഴിഞ്ഞ വർഷം നിസ്കരിച്ച സുബൈ തന്നെയല്ലേ ഈ വർഷവും? കൂടിയുണ്ടോ? ഇല്ല. എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ നബിദിനം ഏതെങ്കിലും ഒരു കൊല്ലത്തെ പോലെ ആയിരുന്നു അടുത്ത കൊല്ലം? അല്ല. അതിൽ നിന്ന് മാത്രം മനസ്സിലാകാതെ അതെന്തല്ല ദീനിലെ പ്രമാണത്തെ പഠിപ്പിക്കപ്പെട്ടാണെങ്കിൽ നബിയുടെ വഫാത്തിനെ ശൈലി കൂടുവോ? ആ പഠിപ്പിക്കപ്പെട്ട രീതിയിൽ നിന്ന് കൂടുവോ? ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഞാനിതൊക്കെ പൊതുവായി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. ഇനി നിങ്ങൾ ഇന്ന് ഖുതുബ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഉസ്താദിനോട്, അറിയപ്പെട്ടെ സമസ്തയിലെ ഏറ്റവും നബിദിനൊക്കെ കൊണ്ടാടുന്ന ഉസ്താദിന്റെ അടുത്ത് ചെല്ലുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാം, ചെറിയ പെരുന്നാളിന് എന്തൊക്കെ കാര്യമാണ് ഉസ്താദെ സുബൈക്ക് മുതൽ ചെയ്യേണ്ടത്? ചെറിയ പെരുന്നാൾ ദിനത്തിന് സുബൈസ്കാരത്തിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അത് ബുഖാരിന്നും മുസ്ലിമെന്നും അബൂദാവൂദെന്നും തുർമുദിന്നും 4 മദ്ഹബിന്റെ ഇമാമങ്ങളുടെ ഗ്രന്ഥത്തു നിന്നൊക്കെ എനിക്കൊന്ന് കണ്ണുകൊണ്ട് കാണാനാണ്. നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരുമോന്ന് ചോദിക്കുക. ചിന്തിക്കണം. ചോദ്യം എങ്ങനെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം ചെറിയ പെരുന്നാളിന് രാവിലെ കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണമുള്ളവര്, സുഗന്ധം പൂശണം, ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറുതായിട്ടൊരു ഫുഡ് കഴിക്കണം, തക്ബീർ ധ്വനി ചെല്ലണം, അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 2 വഴികളിലൂടെ തിരിച്ചു പോരണം. അങ്ങോട്ട് പോയ വഴിയിൽ നിന്ന് വ്യത്യസ്തമായ വഴിയിലൂടെ തിരിച്ചു പോരണം. കൂടുതൽ ആളുകളുമായി കോണ്ടാക്ട് ചെയ്യാനാണ്. ഇതൊക്കെ ഹദീസിലുണ്ട്. ഇതെങ്ങനെയായിരിക്കണം? വലിയ പെരുന്നാൾ എങ്ങനെയായിരിക്കണം? വലിയ പെരുന്നാളിന് ഒന്നും കഴിക്കാതെയാണ് പോകേണ്ടത്. അവിടെയും പറഞ്ഞ പോലെ തന്നെ കുളിക്കണം,
വലിയ പെരുന്നാളിന്റേതായ കുളി കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം, തക്ബീർ ചെല്ലണം, ഭക്ഷണം കഴിക്കാതെ പോകണം, എന്നിട്ട് ഉളുഹിയത്തിന്റെ മാംസത്തിന് ആദ്യം കഴിക്കണം. ഇതൊക്കെ സുന്നത്തിലുള്ളതാണ്. ഇതൊക്കെ വലിയ പെരുന്നാളിനും ഉണ്ട്. ഇത് നിങ്ങൾ പറയാം, ഞാൻ അടുത്ത ആഴ്ച ഉംറക്ക് പോവാണ്, ഹദീസുകളിൽ ഉംറ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ഹജ്ജിന് പോവാണ്, ഖുദുവന്നി മനാസിക്കും, എങ്ങനെയാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് പഠിക്കുക. സല്ലു കമാ റഅയ്തുനി യുസല്ലി, ഈ ഹദീസും കൊണ്ടൊന്നും ചേർന്നാൽ അതൊരു പൂർണ്ണതയാണ്. സല്ലു, നിങ്ങൾ നമസ്കരിക്കുക, കമാ, ഏതുപോലെ, റഅയ്തുനി, നിങ്ങൾ എങ്ങനെയാണോ എന്നെ കണ്ടത് അങ്ങനെ, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നവനായിട്ടാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ, അല്ലേ? സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ നമുക്ക് ഹദീസിൽ ഉസ്താദ് പഠിപ്പിച്ചു തരും. ഇത് നിങ്ങൾ മെല്ലെ ചോദിക്കും, ഉസ്താദേ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഹജ്ജും ഉംറയും ഇതൊക്കെ ഹദീസിലുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നബിദിനത്തിന്റെ പ്രഭാതത്തിൽ റബീഉൽ അവ്വൽ 12 രാവിലെ ഞാൻ എന്തൊക്കെ കാര്യം ചെയ്യണം എന്നാണ് ബുഖാരിയിലുള്ളത്, അതൊന്ന് എനിക്ക് പഠിപ്പിച്ചു തരണോ? അപ്പൊ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം ഇങ്ങനായിട്ട് താഴെ പോകും. എന്താ കാരണം? അതെന്ത് മുന്തി ഉസ്താദേ, നിങ്ങൾ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും മുന്തി ഉസ്താദിനെ മനസ്സ് സങ്കല്പിച്ചു നോക്കി. സംശുലുലമയോ കമറുലുലമയോ ഇനി അതിനേക്കാൾ വലിയ മേലെ വല്ല ഉലമാക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഉലമാവിന്റെ അടുത്ത് എന്നിട്ട് ഒരൊറ്റ കിതാബെന്ന് നബിദിനത്തിന് റസൂലും സഹാബത്തും ചെയ്ത് ഒരു 2 കാര്യം എണ്ണീട്ട്, ഇന്ന് സുബൈക്ക് കുളിക്കണം, റബീഉൽ അവ്വൽ 12 നമുക്ക് ആഘോഷാണ്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളെ പുണ്യമുള്ളതാണ്, അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, ഇന്ന ദിക്ർ ചെല്ലണം, ഇന്ന കാര്യം ചെയ്യണം, ഇന്ന വഴിക്ക് പോകണം, ഇന്ന വഴിക്ക് വരണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥത്തുനിന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രന്ഥത്തുനിന്നോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്ത് ഉദ്ധരിക്കാൻ പറഞ്ഞാൽ ഉസ്താദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനക്കറിഞ്ഞൂടെ ഹമുക്കെ 3 നൂറ്റാണ്ടിന് ശേഷമാണ് നബിദിനം ഉണ്ടായത്, 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു സംഗതി ബുഖാരിയിൽ ഉണ്ടാവുമോ, മുസ്ലിമിൽ ഉണ്ടാവുമോ, ഹദീസിൽ ഉണ്ടാവുമോ? അപ്പൊ നിങ്ങൾ പറയും ഇതൊക്കെ മണക്കി വെച്ചിട്ട് ഇതിലുള്ളത് മതി ഞങ്ങൾക്ക് ദീന്, ഇതിന്റെ അപ്പുറത്ത് ഉസ്താദ് ഇപ്പൊ പറഞ്ഞില്ലേ ഇതിലുണ്ടാവുക നമുക്കേന്ന് എന്നോട് ചോദിച്ചില്ലേ, അത് നിങ്ങൾ എന്നെ എടുത്തോളി, അത് നമുക്ക് വേണ്ട. അതാ പോയിന്റ്. ഏതൊരു വിശ്വാസിക്ക് എന്തൊരു സന്തോഷം നൽകുന്ന ഒരു പരാമർശം അപ്പൊ പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉസ്താദേ ഈ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ ഹദീസിലുണ്ട് എന്നല്ലേ പറയുന്നത്? അതെ, അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറയാം. എന്നിട്ട് റബീഉൽ അവ്വൽ 12 ആ ദിവസം ചെയ്യേണ്ട സുന്നത്തുകൾ ഒന്ന് കാണിച്ചു തരാൻ. അപ്പൊ അറിയാം അങ്ങക്ക് ഈ ഞാനിപ്പ പറഞ്ഞ ഡയലോഗായിരിക്കും പറയാ. പണ്ട് കെ ഉമർ മൗലവിനോട് പറഞ്ഞ്, നമുക്ക് ഈ തല തിരിഞ്ഞോ, ഉമർ മൗലവി തല തിരിഞ്ഞല്ല കാര്യം തിരിഞ്ഞതാണ്. അപ്പൊ കാര്യം തിരിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മനുഷ്യന് പോയിന്റ് മനസ്സിലാക്കുക. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. സുപരിചിതമായ ഒരു ഖുർആന്റെ വചനാണ്, സിമ്പിളായി മനസ്സിലാക്കാൻ. അൽ യൗമ, നിങ്ങൾ വെറുതെ മനസ്സിൽ ഒന്ന് സങ്കല്പി, അൽ യൗമ, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീന് ഇന്നേ ദിവസം പൂർത്തിയാക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. 3 കാര്യമാണ് അവിടെ. ഒന്ന്, നിങ്ങളുടെ ദീന് പൂർത്തിയായി. നിങ്ങളുടെ ദീന് ദുൽഹജ്ജ് 9 പൂർത്തിയായി. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, നല്ലോണം മനസ്സിലാക്കുക. ദീന് പൂർത്തിയായി എന്ന് മാത്രമാണോ പറഞ്ഞ്? എന്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. എന്താ അവിടെ പൂർത്തിയാക്കി തന്ന നിഅമത്ത്? ദുനിയാവല്ലാന്ന് ഉറപ്പാണ്. കാരണം ദുനിയാവിലെ നിയമത്ത് പൂർത്തിയായിട്ടില്ല. കാരണം അവരോടുകൂടി ദുനിയാവിലെ നിയമത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പിന്നെ എയർപോർട്ട് ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ ഈ മൊബൈൽ ഉണ്ടാക്കാൻ പാടില്ല. ഇന്ന് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊന്നും പിന്നെ ഉണ്ടാകാൻ പാടില്ല. കാരണം മുഹമ്മദ് നബിയോടുകൂടി ദുനിയാവിലെ എല്ലാ അനുഗ്രഹവും പൂർത്തിയായി. പിന്നെന്താ അവിടെ അനുഗ്രഹം പൂർത്തിയായി എന്ന് പറഞ്ഞ്? ആദം നബി മുതൽ തുടങ്ങി വെച്ച അനുഗ്രഹത്തിന്റെ സ്റ്റാർട്ടിങ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന അന്തിമ ദൂതനിലൂടെ ആ ദീനാകുന്ന നിയമത്ത് ഇവിടെ പൂർത്തിയാക്കി. അതാണ് രണ്ടാമത്ത്. മൂന്നാമത്തതോ അത് ആ പൂർത്തിയായ ദുൽഹജ്ജ് 9 പൂർത്തിയായ ആ മതത്തിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അത് ഞാൻ ടോട്ടൽ തൃപ്തിപ്പെട്ട മതാണ്. അപ്പോ അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഉദ്ധരണി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, അന്ന് എന്ത് ദീനായോ അത് ലോകാവസാനം വരെ ദീനാണ്, അന്ന് എന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല. അപ്പൊ അന്ന് നബിദിനല്ല 3 നൂറ്റാണ്ടിന് ശേഷമാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? അള്ള പൂർത്തിയാക്കിയ മതത്തിൽ ഇതില്ല എന്ന് മനസ്സിലായി. 2, അള്ള തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ തൃപ്തിയിൽ ഈ നബിദിനം പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. 3, നിഅമത്ത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞപ്പോ ആ നിഅമത്തിൽ എന്ത് പെടൂല എന്ന് മനസ്സിലായി? മുഹമ്മദ് നബിയുടെ ജന്മദിനം പെടൂല. ഇനി നമുക്ക് ചിന്തിക്കുക, അള്ളാഹു വഹാബിയായിരുന്നോ?
ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നത് പിൽക്കാലത്ത് ക്ലിപ്പാവും, അത് എനിക്കറിയാം. പക്ഷെ ഒരു വസ്തുത, ഇതിലൊക്കെ ഒരു പോയിന്റ്, അള്ളാഹ്ക്ക് നബീന്റെ ജന്മദിനം കൊണ്ടാടുന്നതിന് ഇത്ര വെറുപ്പുണ്ടായിനോ? എത്രത്തോളം തന്നെ പൊന്നാര ചെങ്ങായിമാരെ ഒരു കൈ നീട്ടുന്നത് ചർച്ച ചെയ്തേ, ബെർലെങ്ങനാ വെക്കേണ്ടതെന്ന് ചർച്ച ചെയ്തേ, കൈ എവിടാ കെട്ടേണ്ടതെന്ന് ചർച്ച ചെയ്തേ, ചെവി എങ്ങനെയാ തടവേണ്ടതെന്ന് ചർച്ച ചെയ്തേ, 5 ഖുർആനിക വചനത്തിലൂടെ എങ്ങനെയാണ് റോട്ടിലൂടെ നടന്നു പോകേണ്ടതെന്ന് പഠിപ്പിച്ച ഖുർആൻ. ഇത്ര നിസാരം എന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ ഇതൊക്കെ പഠിപ്പിച്ച ഖുർആനില് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള നബിദിനം അള്ളാഹ് മറന്നുപോയി എന്ന് പറഞ്ഞാല്, അള്ളാന്റെ ദീനിലില്ല എന്ന് പറഞ്ഞാല്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ അള്ളാഹുവിനതാണ് വിട്ടുപോയി. അതിനൊക്കെ കുറച്ച് മൊയ്ലിയാന്മാര് വേണ്ടി വന്നു. എന്നിട്ട് മൊയ്ലിയാന്മാരുടെ നില എന്താ? അതെ, അള്ളയും റസൂൽ മറന്നുപോയ കാര്യം പഠിപ്പിക്കാൻ ഞങ്ങൾ കുറച്ച് ഉസ്താദുമാര്. എന്താ അവസ്ഥങ്ങളാ, എന്തൊരു ഗൗരവം. അള്ളാന്റെ മുമ്പിൽ എങ്ങനെയാ വരിക? പടച്ചോന്റെ മുമ്പിൽ എങ്ങനെയാ വരിക? അബൂബക്കർ സിദ്ദീഖ് ആഘോഷിച്ചിട്ടില്ലാത്ത ഒരു ആഘോഷവുമായിട്ട് ഒരു അബൂബക്കർ സഖാഫി, ഒരു അബൂബക്കർ ദാരിമി, ഒരു അബൂബക്കർ ഫൈസി അള്ളാന്റെ മുമ്പിൽ വന്ന് നിൽക്കേ. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖ് ആഘോഷിക്കാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, എല്ലാ ദിവസവും കടന്നുപോയ പോലെ റബീഉൽ അവ്വൽ 12 കടന്നുപോയ, അല്ലേ? തിങ്കളാഴ്ചയാണ് നബി ജനിച്ചത്, അന്ന് നോമ്പാ. റബീഉൽ അവ്വൽ 12 ആയിക്കോളുന്നില്ല, ദിവസം മാറാം ആ ദിവസം. പക്ഷെ തിങ്കളാഴ്ച എന്നത് നോമ്പാണ്. എല്ലാവർക്കും അറിയാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പാണ്. റബീഉൽ അവ്വൽ 12 വന്നാലും ഇല്ലെങ്കിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പാണ്, അല്ലേ? അതല്ലാത്ത എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം നബി അംഗീകരിച്ച ഒരു കാര്യം? തിങ്കളാഴ്ച ഞാൻ ജനിച്ച്, അന്ന് നോമ്പാ അങ്ങക്ക്. ഞാൻ ജനിച്ച ആ ദിവസം ആകെ ഉണ്ടായിരുന്ന നോമ്പാണ്. അത് നബി ജനിച്ചു എന്നുള്ളതുകൊണ്ടാണോ നോമ്പ്? അല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആ നോമ്പ് പഠിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇന്ന് നമ്മളുടെ സമൂഹം ആചരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചില്ല. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അത് 59-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ റസൂല് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. അള്ളാന്റെ റസൂൽ എന്ത് നിങ്ങൾക്ക് വിലക്കിയോ, എന്താണോ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അത് നിങ്ങൾ ഉപേക്ഷിക്കുക. അത് നമ്മൾ ആലോചിക്കുക. റബീഉൽ അവ്വലിന്റെ ബോർഡുകള്, പോസ്റ്ററുകള്, ബാനറുകള്, അതിന്റെ ആഘോഷങ്ങള്, പരിപാടികള്, കുട്ടികളുടെ പരിപാടികള്, അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങള്, മറ്റു കാര്യങ്ങൾ, അത് ഇത് ഒക്കെ നടക്കില്ല ഇവിടെ. അത് നടക്കാതെ, അതിലൊന്നും പങ്കെടുക്കാതെ, അതിലൊന്നുമില്ലാതെ, ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ, ഒരു നബിദിന ആശംസകളും നേരാതെ ജീവിച്ച കുറെ ആളുകളുണ്ടല്ലോ. അത് ബിദ്അത്താണെന്ന് മനസ്സിലാക്കി ആ ദിവസം അവർക്കുള്ള പുണ്യം, കൂലി മറ്റൊരുക്കില്ല. നബിദിനത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് തെങ്ങുമ്മ കയറി ബാനർ വലിച്ചു കെട്ടി തെങ്ങും പള്ളം വന്ന് തോല് പോയൊരുത്തനില്ലേ, ആ തോല് പോയവന് കുറ്റമുണ്ട്, ശിക്ഷയുണ്ട്. ബിദ്അത്ത് കൊണ്ടാടിയതിന്റെ പേരുള്ള ശിക്ഷയും അള്ളാന്റെ വെറുപ്പുണ്ട്. തെങ്ങുമലവും പാഞ്ഞു കയറി നബീന്റെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അള്ളാഹ് ഓനോട് വെറുപ്പാണ്. പോസ്റ്റർ ഒട്ടിക്കാതെ താഴെ നോക്കിന്ന വഹാബില്ലേ, ഓനോട് അള്ളാഹ്ക്ക് ഇഷ്ടവുകയാണ്. അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒരു പോയിന്റ് അല്ല പറഞ്ഞത്. ഏത് പീറ്റത്തെങ്ങുമല് പള്ളട്ട് കയറിയിട്ട് നെഞ്ഞിലെ മുഴുവൻ തോലും പോയി ചോരങ്ങനെ കനിഞ്ഞിറങ്ങുന്നവരോട് അള്ളാഹ്ക്ക് വെറുപ്പ്. നബിദിനത്തിന്റെ പേരിൽ ആ പോസ്റ്റർ കെട്ടിയതിന്റെ പേരിൽ റബ്ബിന് വെറുപ്പ്, റബ്ബിനോടോട് ഇഷ്ടമല്ല. അതിന്റെ താഴെ നിന്നുകൊണ്ട് പറയാണ്, കാദറെ ഇതൊന്നും ചെയ്തോണ്ട് കൂലില്ലട്ടോ, ഇത് ബിദ്അത്താന്ന് പറഞ്ഞ് താഴെ നിൽക്കുന്ന ആളില്ലേ, ഓൻ വെറുതെ നബീനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞേ, ഓൻ അള്ളാഹ്ക്ക് ഇഷ്ടം. എന്താ കാരണം? നബി ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കലാണ് സുന്നത്ത്. നബി ഒരു കാര്യം ഉപേക്ഷിച്ചു, ചെയ്തില്ല. ചെറിയ കാര്യങ്ങൾ വരെ പഠിപ്പിച്ച റസൂല്, വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ. നോക്കൂ, ഒരു വെള്ളം കുടിക്കുന്നതിൽ 5 പോയിന്റ് പഠിപ്പിച്ച ഇസ്ലാം. വലത്തെ കൈ കൊണ്ട് പിടിക്കണമെന്ന് പഠിപ്പിച്ചു, ബിസ്മി അല്ലെന്ന് പഠിപ്പിച്ചു, അല്പാൽപമായി കുടിക്കണമെന്ന് പഠിപ്പിച്ചു, ഇരുന്ന് ചെയ്യണമെന്ന് പഠിപ്പിച്ചു, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അള്ളാനെ സ്തുതിക്കണമെന്ന്. നിസാരം എന്ന് നമുക്ക് തോന്നുന്ന വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ 5 പോയിന്റ് പഠിപ്പിച്ച റസൂൽ എന്റെ ജന്മദിനമാണ് കേട്ടോ ഇന്ന്. നബി ജീവിച്ചല്ലോ, പ്രവാചകനായതിനു ശേഷവും ജീവിച്ചു, 63 വയസ്സ് വരെ ജീവിച്ചു, നബി ആകുന്നതിന് മുമ്പും ജീവിച്ചു. നബിയുടെ ജന്മദിനം കൊണ്ടാടിയത് അന്നും അവിടെ ക്രൈസ്തവർ ഈ ആഘോഷം നടത്തുന്നുണ്ട്, ജൂതന്മാരവരുടെ ആഘോഷം നടത്തുന്നുണ്ട്, ജന്മദിനം കൊണ്ടാടുന്നുണ്ട്, മരണദിനം കൊണ്ടാടുന്നുണ്ട്, ഖബർ കെട്ടിപ്പൊന്തിക്കുന്നുണ്ട്. അതിലൊന്നും പ്രവാചകൻ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാ? അത് ദീനില്ലാത്തതുകൊണ്ട്. എത്ര സിമ്പിളായ ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്. സഹാബത്തൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം, വഫാത്തിന് ശേഷം 2 കൊല്ലവും 3 മാസവും 10 ദിവസം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു അബൂബക്കർ സിദ്ദീഖ്. 2 റബീഉൽ അവ്വൽ വന്നു.
ആഘോഷമല്ല, ഒന്നുമില്ല. അവർക്ക് നബീനോട് വെറുപ്പുണ്ടായിരുന്നു? ഇല്ല. നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കുക, നബി ചെയ്യാത്തത് ചെയ്യാതെ വിടുന്നതിലാണ് കൂലി. 10 കൊല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് 10 റബീഉൽ അവ്വൽ വന്നു, ഒരാഘോഷം ഉണ്ടായില്ല, ഒരു തോരണം ഉണ്ടായില്ല, ഒരു നബിദിന പ്രകടനം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഒരു റോഡ് അവർ ബ്ലോക്ക് ചെയ്തില്ല, ഒരു തടസ്സവും അവർ സൃഷ്ടിച്ചില്ല. അവർ അള്ളാഹുവിന്റെ റസൂലിനെ എന്നും സ്നേഹിക്കുകയായിരുന്നു. എന്നും അത് വളരെ പ്രധാനമാണ്. ഓരോ മൈക്രോ സെക്കൻഡിലും അവർ പ്രവാചകനെ സ്നേഹിക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 12 വർഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നബിയുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കുക വഴി ഉന്നത സ്ഥാനം നേടി ദുനുറൈനി എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അദ്ദേഹം 12 റബീഉൽ അവ്വൽ 12 അദ്ദേഹത്തിന്റെ ഖിലാഫത്തുർ റാഷിദയുടെ കാലത്ത് കടന്നുപോയി, നബിയോടൊപ്പം ജീവിച്ച കാലത്തും കടന്നുപോയി. അവരാരും അങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടിയില്ല. 6 വർഷം അലി ഇബ്നു അബീ ത്വാലിബ്, നബിയുടെ കരളിന്റെ കരളായ ഫാത്തിമയെ കല്യാണം കഴിച്ച അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ടായില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലെന്ന ഉറപ്പിനാൽ സഹാബത്തൊന്നും ചെയ്യാത്ത, അവരാരും അതിൽ കൂലി നേടാത്ത, അവർക്കാർക്കും ആ പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ ഇതുണ്ട് എന്നവർക്കാർക്കും തോന്നിയില്ല. അതുകൊണ്ട് അവരെല്ലാം ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ദഅൗനി മാ തറക്തുക്കും ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലക്കും. ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം എന്താ? ലാസ്റ്റ് ഭാഗം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ടോട്ടലി അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഒരു പോയിന്റിലാണ് നമ്മൾ ശരിക്കും നിൽക്കേണ്ടത്. കിതാബുകളിൽ ആധികാരിക 3 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലോ കിതാബുകളിലോ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടേണ്ടതിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപം ഒരിക്കലും പരാമർശിച്ചിട്ടില്ലെങ്കിൽ, മറ്റെല്ലാ പഠിപ്പിക്കപ്പെട്ടതിന്റെയും വിവരണങ്ങൾ അതിലൊക്കെയുണ്ടെങ്കിൽ, ഇതിന്റെ വിവരണമില്ലെങ്കിൽ അറിയുക അത്തരമൊരു കാര്യം മതമല്ല, അല്ലാഹ് തൃപ്തിപ്പെട്ടതല്ല. പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഹറാമുകളായിട്ടുള്ള ഒരാൾ പലിശ വാങ്ങുന്നു, ഒരാൾ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹറാമായ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നു, ഒരാളെ കൊല്ലുക, അല്ലാഹു ഖത്ലുൻ നഫ്സ്, അന്യായമായ കൊലപാതകം, അങ്ങനെ ഒരാൾ കൊല്ലുക. അങ്ങനെ കത്തിയോണ്ട് ഒരുത്തനെ കുത്തിക്കൊല്ലുമ്പോ ഇബ്ലീസിന് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരു ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ബിദ്അത്ത് ഒരു പള്ളിയിൽ നടക്കുക എന്നുള്ളത്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം, അതായത് അപ്പുറത്തൊരാളെ കുത്തിക്കൊല്ലുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ അപ്പുറത്തൊരുത്തൻ ഒരു റമ്മ് നിറയെ കള്ളു കൊണ്ടുവന്ന് കുടിക്കുന്നു. ഇബ്ലീസിന് സന്തോഷം ഒരു പുതിയ ദിക്ർ ഉണ്ടാക്കിയിട്ട് അത് ചെല്ലുന്നതിനാണ് എന്ന് ഇസ്ലാമിക പ്രമാണം രേഖപ്പെടുത്തി. ഇവിടുത്തെ സമസ്തക്കാരായ പണ്ഡിതന്മാർ പോലും അത് അംഗീകരിച്ചു. ഹദീസ് സഹിയാണെന്നും അതുള്ളതാണെന്നും. അത് നിങ്ങൾ എന്റെ ഖുതുബക്ക് ശേഷം ചോദിച്ചാൽ ഉസ്താദുമാരെ പേരും ക്ലിപ്പും എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ, ആളുകൾ ദീന് കൃത്യമായി പഠിക്കണം. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഇബ്ലീസിന് സന്തോഷം ഒരു ബിദ്അത്ത്, മതത്തിന്റെ പേരിൽ ഒരു പുതിയ ആചാരം കടത്തിക്കൂട്ടി അത് ചെയ്യലാണ്. ഇപ്പൊ നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല സുഗന്ധമൊക്കെ പൂശി നബിദിനം ആഘോഷിക്കാൻ പോകുന്നു, നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കള്ളുഷാപ്പിലേക്ക് പോകുന്നു. ഇബ്ലീസിന് ഏറ്റവും സന്തോഷം ആ നബിദിനം ആഘോഷിക്കാൻ പോകുന്ന കാര്യത്തിലാണ്. ഇതിങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇതാണ് അതിന്റെ ഹക്ക്. ഈ സത്യം വിളിച്ചു പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നമുള്ളത്. ഇതാണ് പച്ച സത്യം. ഒരാൾ വ്യഭിചരിക്കാൻ പോകുന്നു, ബോംബെയിലെ തെരുവിൽ ആ ചുവന്ന സ്ട്രീറ്റിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു. ഒരാൾ ബോംബെയിൽ പോകുന്നു ഒരു പുതിയ ബിദ്അത്തിൽ പങ്കെടുക്കാൻ. അവിടെ ദിക്റും ഒക്കെയാണ്, പ്രാർത്ഥന, ദിക്ർ, പക്ഷെ ഇസ്ലാം പഠിപ്പിച്ചല്ല. എങ്കിൽ ഇബ്ലീസിന് അപ്പുറത്തേക്ക് വ്യഭിചരിക്കാൻ കയറിയ ഒരു അബ്ദുൽ ഖാദറിനേക്കാളും ഇപ്പോഴത്തെ ഒരു ബിദ്അത്ത് ചെയ്യാൻ കയറിയ അബ്ദുൽ ഖാദറിന്റെ പേരിലാണ് ഇബ്ലീസിന് ഏറെ സന്തോഷം. ഞാൻ പറയുന്നല്ല, മുഴുവൻ പ്രമാണവും എന്റെ ഖുതുബ കേശങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തരും. ഞാൻ ഇത് ഇത്രയും ഗൗരവമായി പറയുന്നത്, ബിദ്അത്ത് ചെയ്താൽ അതിന് കാരണവും പറഞ്ഞു ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ. ഒരു ബിദ്അത്ത് ചെയ്യുന്നവൻ ഒരിക്കലും പശ്ചാത്തപിക്കൂല. ഒരു വ്യഭിചരിച്ചൊരുത്തന് കുറ്റബോധം ഉണ്ടാവും, ഇത് കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. കള്ളുടിച്ചവന് പശ്ചാത്താപം ഉണ്ടാവും, ഇത് ഹറാമാണ്. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നവൻ എന്താ മനസ്സിലാക്കരുത്, ഇത് ദീനാണ്, ഇതിന് എനിക്ക് എന്റെ റബ്ബ് കൂലി തരും. ഇത് ചെയ്യാത്തവനോട് വെറുപ്പും. ഇപ്പൊ വ്യഭിചരിക്കാത്ത ഒരുത്തനോട് നമുക്ക് വെറുപ്പുണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാകുക. പക്ഷെ ബിദ്അത്ത് ദീനായി കണ്ടിട്ട് ആ ബിദ്അത്ത് നിന്ന് വേറൊരുത്തം വിട്ടുന്ന ഓനോട് വെറുപ്പാണ് ആർക്കുണ്ടാകുന്നത്. കാരണം ഓൻ മരിക്കണവരെ അതിൽ പശ്ചാത്തപിക്കൂല. ബിദ്അത്ത് ദീനായി കരുതുന്ന ഒരുത്തന് പശ്ചാത്താപമില്ല, ഹറാമ് ചെയ്യുന്നവന് പശ്ചാത്താപമുണ്ട്. കാരണം അത് പാപമാണെന്ന് അവന്റെ മനസ്സംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പാപം ചെയ്തു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നവൻ വിജിലന്റ് ആകും. നേരെ മറിച്ച് ബിദ്അത്തുകാരന് വിജിലന്റ് ആകുന്ന അവസ്ഥയില്ല, പശ്ചാത്താപമില്ല. അതുകൊണ്ട് ഏറ്റവും ഗൗരവം അതാണ് എന്ന്
ഇത് നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഇപ്പൊ അവര് സ്ട്രോങ് ആയി ചിലരെങ്കിലും ഇവിടെ ഇരുന്ന് ചിന്തി എന്താ ചെങ്ങായി പറയുന്നത്. ഇത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരുടെയും പ്രഭാഷണം ഞാനിപ്പറഞ്ഞ പരാമർശത്തിൽ എന്റെ കൈവശമുള്ളത് കൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്. നിങ്ങൾ ബേജാറുണ്ട്, ഇത് ഇങ്ങനെയാണ് ഈ ദീനിന്റെ പ്രശ്നം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല, അബദ്ധം വരും. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ.